പൊതുനിരത്തിൽ, അതായത് റോഡിലൂടെ പോകുന്നവർ കൂടി കുറച്ചു പേർ കേട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഒരു പൊതുയോഗത്തിന്റെയും മാതൃകയിലാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറെ സന്തോഷം എന്ന് പറയുന്നത് എത്രയോ സ്ത്രീകൾ, സഹോദരിമാർ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വേണ്ടി വന്നാൽ, പണിയെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് ഒരു ജനപ്രതിനിധിയെ, നിങ്ങൾ ഉദ്ദേശിച്ച രണ്ടിടങ്ങളിൽ നിന്നും ജനപ്രതിനിധികളെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് അമ്മമാരുടെ സാന്നിധ്യം കൊണ്ട് എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ കാലത്തെ, വളരെ കഷ്ടപ്പെട്ടുകൊണ്ടുള്ള, കഠിനമായിട്ടുള്ള യാതനകൾ സഹിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. മറ്റുള്ള പാർട്ടിയുടെ ഉദയം പോലെ അങ്ങനെ സൗകര്യപൂർവം ആരോ ഉഴുതുമറിച്ച മണ്ണിൽ നമ്മൾ വിപ്ലവത്തിന്റെ വിത്ത് പാകിയതല്ല. അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ അതികഠിനമായിട്ടുള്ള യാതനകൾ സഹിച്ചുകൊണ്ട് പോലീസിനെതിരെ, അവരുടെ മുന്നിൽ ഈ രാജ്യത്തിന്റെ സ്വത്വത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ചിതിക്ക് വേണ്ടി, ആത്മാവിന് വേണ്ടി സർവസ്വവും സമർപ്പണം ചെയ്തുകൊണ്ട്, ഭാരതം എന്ന് പറഞ്ഞാൽ അത് ഒരു പിടി മണ്ണല്ല എന്നും, ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് എന്നും തീരുമാനമെടുത്തുകൊണ്ട് എല്ലാം ഈ അമ്മയുടെ കാൽത്തട്ടിൽ സമർപ്പിച്ചുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവ്വസൂരികൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള എത്രയോ ആളുകളുടെ നൈരന്തര്യത്തിന്റെ ആ തുടർച്ചയാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രായത്തിലുള്ള ആളുകളും ഇന്ന് കടന്നു വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളും, പെൺകുട്ടികളും, ആൺകുട്ടികളും ഉൾപ്പെടെ എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു സഹനമാണ്. ഇറങ്ങി പുറപ്പെട്ടപ്പോ ആരാധനായിട്ടുള്ള ഒ രാജഗോപാൽജി ഒരിക്കലും കരുതിയില്ല ഈ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുമെന്ന്, ഈ പാർട്ടിയുടെ പ്രധാനമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന്. എന്നാൽ ഒ രാജഗോപാൽജിയെ പോലെ, ശ്രീധരൻ മാസ്റ്ററെ പോലെ, ശ്രീധരൻ പിള്ള സാറിനെ പോലെ, ശ്രീമാൻ പി കെ കൃഷ്ണദാസിനെ പോലെ, ശ്രീ വി മുരളീധരനെ പോലെ, ശ്രീ സുരേന്ദ്രനെ പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ തുടർച്ച, പ്രവർത്തനം, ആ തുടർച്ചയുടെ ഇപ്പോഴത്തെ നമ്മുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോ നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാർട്ടി ഈ കുങ്കുമഹരിത പതാകയും പിടിച്ചുകൊണ്ട് ഏത് വിപ്ലവ പാർട്ടിയുടെ മുന്നിലും നെഞ്ചു വിരിച്ച അഭിമാനത്തോടു കൂടി നമ്മൾ അമ്മയ്ക്ക് വേണ്ടി വന്ദേ മാതരം വിളിക്കും. ഭാരതാംബയ്ക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഇതൊരു പിടി മണ്ണല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഭീകരതയ്ക്കെതിരാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാൻ തന്റെ ഇടമുള്ള ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് രണ്ട് ഭരണകൂടങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ആരാധനായിട്ടുള്ള മുരളി മനോഹർ ജോഷിജിയെ പോലെയുള്ള ആളുകൾ, നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയെ പോലെയുള്ള ആളുകൾ, ലാൽകൃഷ്ണ അദ്വാനിജിയെ പോലെയുള്ള ആളുകൾ, ആ പഴയകാലത്തെ നമ്മുടെ പൂർവ്വസൂരികൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കാശ്മീരിലേക്ക് പതാകയുമായി നടന്നു നീങ്ങിയാൽ ഭീകരവാദികൾ നിങ്ങളെ ഒരുപക്ഷെ ആയുധങ്ങളുമായി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോ ആ ധീരന്മാരായിട്ടുള്ള നമ്മുടെ പൂർവ്വസൂരികൾ പറഞ്ഞത് എത്ര കാലം ജീവിക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ടല്ല ഞങ്ങൾ ഈ ഭാരതാംബയുടെ മക്കളായിട്ട് പ്രവർത്തനം തുടങ്ങിയത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ കാശ്മീരിന്റെ മണ്ണിലേക്ക് നമ്മുടെ ആരാധനായിട്ടുള്ള നേതാക്കന്മാർ നടന്നു നീങ്ങിയതെങ്കിൽ ആ കാശ്മീരില് അന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മൾ എടുത്ത തീരുമാനം 370 വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് ഭാരതത്തിന് ഒരൊറ്റ കൊടി, ഒരു പതാക, ഒരു പ്രധാനമന്ത്രി, ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ഭരണകൂടം, ഈ പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മുടെ ധീരന്മാരായിട്ടുള്ള പൂർവ്വസൂരികൾ പ്രവർത്തിച്ചത്. ആ പ്രവർത്തനത്തിന് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി ഈ നാട്ടിന്റെ പ്രധാനമന്ത്രിയായപ്പോ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചു കാശ്മീരിലെ ആ 370 വകുപ്പ് അതെടുത്തു കളയും. പ്രകടന പത്രികയിൽ പറഞ്ഞു, ആരോടും പറയാതെ ഒളിച്ചു വെച്ച് രഹസ്യമായിട്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വപ്നങ്ങളും അത് പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നതല്ല. നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുൻപ് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ സാരഥ്യം വഹിക്കാൻ അവസരം കിട്ടിയാൽ ഞങ്ങൾ ഈ രാജ്യത്ത് കാശ്മീരിലെ 370 വകുപ്പ് ഞങ്ങൾ എടുത്തു മാറ്റും. പറഞ്ഞു, അയോധ്യയിലെ രാമക്ഷേത്രം അത് പുനഃസ്ഥാപിക്കും.
നമ്മൾ പറഞ്ഞു മുത്തലാഖ് നിരോധനം, മുത്തലാഖ് അത് എടുത്തു കളയും. എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിം ഉമ്മമാർക്ക് വേണ്ടി, മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി. ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് നിക്കാഹ് നടത്തിക്കൊടുത്ത അവരുടെ ഉപ്പയ്ക്ക് വേണ്ടി. ഈ സമൂഹത്തിൽ ഒരൊറ്റ മുസ്ലിം പെൺകുട്ടിയും അവർ കരയാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ മുത്തലാഖിന് നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് തീരുമാനമെടുത്തത്. അത് ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടിയും ഹിന്ദു പെൺകുട്ടിയും ക്രിസ്ത്യൻ പെൺകുട്ടിയും ഒരുപോലെ ജീവിക്കണമെന്ന ആഗ്രഹമുള്ള ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. ആ വാക്ക് പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഭാരതത്തിന്റെ രാഷ്ട്രീയം ലോകം ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയം ലോകം ചർച്ച ചെയ്യുന്നു. ഈ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് നമ്മൾ ഒരു തീഗോളമാണെങ്കിൽ ഒരു മിന്നാമിന്നിയായിട്ടുള്ള പാകിസ്ഥാൻ, ഈ രാജ്യത്ത് ഭീകരവാദികളുടെ പണം പറ്റുന്ന ചില വിധ്വംസക ശക്തികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ടൂറ് പോയ കാശ്മീരിലേക്ക് ആ നാട് കാണാൻ പോയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു കാരണവുമില്ലാതെ മതം ചോദിച്ചുകൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ദാരുണമായിട്ടുള്ള ദൃശ്യം എന്റെയും നിങ്ങളുടെയും മുന്നിൽ നമുക്ക് കാണേണ്ട ഗതികേടുണ്ടായി. ആ കാണേണ്ട ഗതികേടുണ്ടായപ്പോ, ഉണ്ടാകുമ്പോൾ, ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കേരളത്തിനകത്ത് പള്ളിയിൽ പോകുന്ന, പ്രാർത്ഥന നടത്തുന്ന, കച്ചവടം നടത്തുന്ന, നമ്മുടെ ഭാരതത്തിനകത്തുള്ള ഏതൊരു സംസ്ഥാനത്തിലെയും മുസ്ലിം സഹോദരൻ, ആ മുസ്ലിം സഹോദരൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആ മുസ്ലിം സഹോദരൻ ചിന്തിക്കും. എന്താണ് ചിന്തിക്കേണ്ടത്? ഇതെന്റെ ഭാരതമാണ്, ഇതെന്റെ തൊട്ടപ്പുറത്തെ വീട്ടുകാരനായിട്ടുള്ള രാഘവേട്ടന്റെ ഭാരതമാണ്, ഇത് തൊട്ടപ്പുറത്തുള്ള ജോസുകുട്ടിയുടെ ഭാരതമാണ്. ഇത് ചിന്തിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഭീകരവാദികളുടെ പ്രവർത്തനമുണ്ടെങ്കിൽ ഞാൻ ആ ഭീകരവാദിക്കെതിരാണ് എന്ന് പറയാൻ സാധിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ജീവിക്കുന്ന നമ്മുടെ ഭാരതത്തിനകത്ത് അവർക്കിടയിൽ രാജ്യദ്രോഹ ചിന്തയുള്ളവരെ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് റിസർച്ച് ചെയ്യുകയാണ് ഇവിടുത്തെ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും. കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി, ആ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ അവർ ഒരു പത്രക്കുറിപ്പ് ഇറക്കി. ആ പത്രക്കുറിപ്പിൽ അവർ പറഞ്ഞു, കാശ്മീരിലെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത് കൊണ്ടാണ് ഈ ഭീകരവാദ പ്രവർത്തനം ഉണ്ടായത് എന്ന് MA ബേബി പറഞ്ഞതിന് തത്തുല്യമായി തന്നെയാണ് കോൺഗ്രസിന്റെ മല്ലികാർജുൻ ഖാർഗെ, അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ഒരു കുറിപ്പ് അവരിറക്കിയത് ഈ രാജ്യത്ത്. അവസാനം ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരമുണ്ടായി, അതിനെതിരായി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭീകരവാദികളുടെ കൂടെയാണോ അതോ നിങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടെയാണോ? ആ ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നപ്പോ AICC കുറിപ്പ് തിരുത്തി പറഞ്ഞു. ആ കുറിപ്പ് തിരുത്തി പറഞ്ഞത് കേരളത്തിലെ VD സതീശൻ അറിഞ്ഞില്ല. VD സതീശൻ ഒന്നുകൂടി കടത്തി പറഞ്ഞു. എന്താണ്? ആ വെടിവെപ്പ് നടത്തിയത് പാകിസ്ഥാനികളാണോ ഇന്ത്യക്കാരാണോ എന്നുള്ള രീതിയിൽ ഒരു മടിയുമില്ലാതെ നമ്മുടെ രാജ്യത്ത് പാവങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചപ്പോ കോൺഗ്രസിന്റെ നേതാവ് ശ്രീമാൻ VD സതീശന് നാക്കുയർത്തി ഈ കേരളത്തിന്റെ മണ്ണിൽ സംസാരിക്കാൻ തോന്നി എന്ന് പറഞ്ഞാൽ VD സതീശന്റെ ഉള്ളിൽ ആത്മാഭിമാനമുള്ള ഒരു ദേശാഭിമാനിയാണോ ഉള്ളത്, അതോ ഒസാമ ബിൻ ലാദന്റെ ജാരസന്തതികളുടെ പണം പറ്റുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു മനസ്സാണോ സതീശന്റെ ഉള്ളിലുള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. ഭാരതത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ നോക്കുകയാണ്. കോൺഗ്രസ് രാജ്യത്തോടൊപ്പം നിൽക്കാൻ പഠിക്കണം. നമ്മൾ നിന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോ ആ സമയത്താണ് രാജ്യത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോ ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു, ശ്രീമതി ഇന്ദിര, നിങ്ങൾ ദുർഗയാണ്. പാർലമെന്റിനകത്താണ് പറഞ്ഞത്, നിങ്ങൾ ദുർഗയാണ്, നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകൂ. നിങ്ങളുടെ പിറകിൽ അണിനിരന്നുകൊണ്ട് ഈ ഭാരതത്തിന്റെ മുഴുവൻ പ്രതിപക്ഷവും ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ അടൽ ബിഹാരി വാജ്പേയിയുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസുകാരൻ തീരുമാനമെടുക്കേണ്ടതായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ടവന്റെ തുണി അഴിച്ചു നോക്കിക്കൊണ്ട് മതം ചോദിച്ചുകൊണ്ട് അവനെ വെടിവെച്ചു കൊല്ലുമ്പോ
വി.ഡി. സതീശൻ കാശ്മീരിൽ പോയാൽ എന്താകുമായിരുന്നു അവസ്ഥ? അവരുടെ കൂട്ടത്തിൽ വി.ഡി. സതീശൻ ഉണ്ടായിരുന്നുവെങ്കിലോ, എം.എ. ബേബി ഉണ്ടായിരുന്നുവെങ്കിലോ? ആ ടൂറ് പോയിട്ടുള്ള 28 പേര് മരണമടഞ്ഞല്ലോ, കൊലപ്പെടുത്തിയല്ലോ. അവരുടെ കൂട്ടത്തിൽ വി.ഡി. സതീശനോ പിണറായി വിജയനോ എം.എ. ബേബിയോ ഉണ്ടായിരുന്നുവെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി? അവര് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ ചോദിച്ചില്ല, നിങ്ങൾ കോൺഗ്രസ്സുകാരനാണോ ചോദിച്ചില്ല, നിങ്ങൾ ബി.ജെ.പിക്കാരനാണോ ചോദിച്ചില്ല. ആകെ ചോദിച്ചത് നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾക്ക് കലിമ ചൊല്ലാൻ അറിയുമോ, നിങ്ങൾ ഹിന്ദുവാണോ, നിങ്ങൾ ഇസ്ലാമാണോ? ഈ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ചോദ്യം ചോദിക്കുന്നതും തുണി ഉരിക്കുന്നതും വെടിവെച്ചു കൊല്ലുന്നതും നമ്മുടെ രാജ്യത്തിന്റെ അനുഭവത്തിൽ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ കുന്തം കയറ്റുന്നതിന് തുല്യമാണെങ്കിൽ, തീവ്രമായ വേദന നമുക്കെല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട്, ബി.ജെ.പിയും മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് കിടന്ന് ഒരു യുദ്ധപ്രഖ്യാപനം ഭീകരവാദി നടത്തിയിട്ടുണ്ടെങ്കിൽ, അവന്റെ മതം നോക്കാതെ അവനെതിരെ നടപടിയെടുക്കണമെന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവം കാണിക്കാത്ത എം.എ. ബേബി സ്റ്റേറ്റ്മെന്റ് ഇറക്കി. എം.എ. ബേബി പറയുകയാണ്, അത് 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോ എന്താണ്, കാശ്മീരിലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, അവർക്ക് വികാരമുണ്ടായി, അതിനെ തുടർന്നാണ് പോലും ഈ സംഭവം ഉണ്ടായത്. എം.എ. ബേബി ട്രംപിനെ ഉപദേശിക്കുന്നത് കണ്ടു. ട്രംപ് എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, അമേരിക്ക എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എം.എ. ബേബി തീരുമാനിക്കുകയാണ്. എം.എ. ബേബിയുടെ പാർട്ടിക്ക് എത്ര വോട്ടുണ്ട് ഇന്ത്യയിൽ? എം.എ. ബേബിയുടെ പാർട്ടിക്ക് പ്രവർത്തന സജ്ജരായിട്ടുള്ള ആളുകളുടെ കഴിവുകൊണ്ടാണോ എം.എ. ബേബി അവരെ നിയന്ത്രിക്കുന്ന ഒരു ബ്രിട്ടാസ് പാർലമെന്റിനകത്ത് പോയത്? പ്രവർത്തിച്ചിട്ടാണോ, പ്രസംഗിച്ചിട്ടാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചിട്ടാണോ? അല്ല. പിണറായി വിജയനും ഭാര്യയും മകളും മരുമകനും വിദേശ രാജ്യത്ത് ചുറ്റിക്കറങ്ങുമ്പോ അത്യാവശ്യം കൂടുതൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ പിണറായി വിജയന്റെ ബിസിനസ്സില് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ കറക്ക് കമ്പനിയെ സഹായിക്കാൻ നടന്നത് കൊണ്ടാണ്, പിണറായി വിജയന്റെ ചെരിപ്പഴിച്ച് കഴുകി കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളത് കൊണ്ടാണ് ബ്രിട്ടാസ് രാജ്യസഭയിൽ MP ആയി പോയത്. അധ്വാനിച്ചിട്ടല്ല. ബ്രിട്ടാസിനേക്കാൾ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് രാജ്യമല്ല, ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് കേരളമല്ല, ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത്, അത് നമുക്ക് നേരത്തെ അറിയാം. ഭാരതത്തില് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ, ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഭാരതത്തിന്റെ ഈ ദേശീയ പതാകയെ അംഗീകരിക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു എം.എ. ബേബിയുടെ പാർട്ടിക്ക്. എം.എ. ബേബി ട്രംപിനെ ജോലി പഠിപ്പിക്കാൻ നിൽക്കുമ്പോ അത് കാർട്ടൂണായിട്ടും അത് വാട്സപ്പിലൂടെ നവമാധ്യമങ്ങളിലൂടെ എം.എ. ബേബിയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ ആകെ ഒരു തുരുത്ത് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ. ഈ ഒരൊറ്റ ആളാ ഉള്ളത്. നമുക്കോ 20-ലധികം വരുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ RSSകാർ, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്കാർ, ഇവർ കടന്നു വന്ന ഇവരുടെ പാരമ്പര്യം നോക്കുമ്പോ രാഷ്ട്രപതിയെ പോലെയുള്ള ആളുകൾ, ഉപരാഷ്ട്രപതിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിന്ന് കടന്നു വന്ന ആളുകളാണ്. ആ ആളുകൾ ഇങ്ങനെ നമ്മുടെ പ്രസ്ഥാനം വളർന്ന് വലുതായി കൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു വന്ന രാജഗോപാൽജി ഈ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ നമ്മൾ ആരും കരുതിയില്ല എന്ത്, നമ്മൾ ഈ രാജ്യം ഭരിക്കുമെന്ന് കരുതിയിട്ടല്ല പ്രവർത്തനം തുടങ്ങിയത്. അപ്പോ നേരത്തെ ബേബിയേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ 2004 പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, ഞാൻ 2004 ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ചുമതലയിൽ പ്രവർത്തിക്കുമ്പോ ബേബിയേട്ടൻ തത്തുല്യമായിട്ടുള്ള സംസ്ഥാന ചുമതലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഇവിടെ MLA ഉണ്ടായാലും MP ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഈ നാടിന് വേണ്ടി, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി വന്ദേ മാതരം ചൊല്ലിക്കൊണ്ട് ഈ സംഘടനയെ കരിപ്പിടിപ്പിക്കാൻ ഏത് റോഡിലും, ഏത് സ്ഥലത്തും, ഏത് പ്രദേശത്തും, ഏത് അമ്മമാർക്കിടയിലും കുട്ടികൾക്കിടയിലും പ്രവർത്തിക്കാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ സംഘടനയുടെ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ആ പാകിസ്ഥാനിൽ
പാകിസ്ഥാനിൽ നിന്ന് ഭീകരന്മാര് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഇപ്പോ KC വേണുഗോപാൽ ചോദിക്കുകയാണ്, എന്താ തിരിച്ചടിക്കാത്തത്? തിരിച്ചടിക്കാൻ KC വേണുഗോപാലിന്റെ സർട്ടിഫിക്കറ്റ് കാത്തിട്ടാണോ? ഈ രാജ്യത്തെ മാത്രമല്ല ലോകം ചർച്ച ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയും ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഈ രാജ്യത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ശുപാർശ കത്തുമായിട്ട് പാകിസ്ഥാനെ തിരിച്ചടിക്കാനല്ല. ഈ രാജ്യം ഒരു നയം രൂപീകരിച്ചിട്ടുണ്ട്. ആ രൂപീകരിച്ച നയത്തിനനുസരിച്ച് നമ്മുടെ നാട് മുന്നോട്ട് പോകും. എങ്ങനെയാണ് പാകിസ്ഥാനോട് വ്യവഹരിക്കേണ്ടത് എന്ന് ഈ രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധികൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ആവശ്യത്തിന് അറിയേണ്ട ആളുകളൊക്കെ അറിഞ്ഞ് കാര്യങ്ങൾ സമയമാകുമ്പോൾ ഉചിതമായ നടപടി ഈ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് ഇന്ന് രാവിലെ രാജ്നാഥ് സിംഗിനെ പോലെയുള്ള നമ്മുടെ പ്രതിരോധ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന തന്റേടിയായിട്ടുള്ള ലീഡർ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മറുപടി കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഇവരാരും തന്നെ ഉറക്കമൊഴിച്ചിട്ടല്ല. നമ്മുടെ നാട്ടിൽ കാശ്മീരിലെ ഒരു മുസ്ലിം സ്ത്രീ, അവരുടെ ഒരു 2-3 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. ആ മുസ്ലിം സ്ത്രീ പറഞ്ഞു, അവരോട് ചോദിക്കുകയാണ് പത്രക്കാര്, നിങ്ങളുടെ കാശ്മീരിൽ ഇപ്പോ എന്തു സംഭവിച്ചു? ആ സ്ത്രീ പറയുകയാണ്, നിങ്ങൾ കാണുന്ന കാശ്മീരല്ല ഞങ്ങൾ കാണുന്ന കാശ്മീർ. ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 12 മണിക്കൂർ ട്രെയിനിനകത്തിരുന്നാൽ മാത്രം ഞങ്ങളുടെ ഉദ്ദിഷ്ട സ്ഥാനത്ത് ഞങ്ങൾ എത്തിയിരുന്നു എങ്കിൽ ആ 12 മണിക്കൂർ 3 മണിക്കൂറായി കുറയ്ക്കാൻ റോഡ് സൗകര്യവും റെയിൽ സൗകര്യവും തീവണ്ടികളും കൊണ്ടുവന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയെ കാശ്മീരിലെ മുസ്ലിങ്ങൾ നെഞ്ചേറ്റിരിക്കുകയാണ് എന്നാണ് കാശ്മീരിലെ സ്ത്രീ അവർ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. എന്നിട്ട് അവർ ചോദിച്ചു, 70 വയസ്സ് കഴിഞ്ഞ ഓരോ വ്യക്തിക്കും എന്താണ് ആയുഷ്മാൻ ഭാരത് കാർഡ് കൊണ്ടുവന്നു ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി. നിങ്ങൾ ഇത് കാണുന്നില്ലേ? ആ സ്ത്രീ ചോദിക്കുകയാണ് മാധ്യമ പ്രവർത്തകനോട്, 70 വയസ്സ് കഴിഞ്ഞ ഏതൊരു മനുഷ്യനും ജാതി നോക്കണ്ട, മതം നോക്കണ്ട, വർഗം നോക്കണ്ട, വർണ്ണം നോക്കണ്ട, നമ്മുടെ മുത്തശ്ശന്മാർ, നമ്മുടെ മുതിർന്ന ആളുകൾ, മുത്തശ്ശിമാർ 70 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ചികിത്സ മുഴുവൻ ഈ രാജ്യം ഏറ്റെടുക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അത് മിഡിൽ ക്ലാസിന് മുകളിലുള്ളവരാകട്ടെ, മിഡിൽ ക്ലാസ് ആകട്ടെ, താഴ്ന്ന വരുമാനമുള്ളവരാകട്ടെ, എല്ലാവർക്കും ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യം കൊടുക്കണമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ പ്രാണനെന്ന് കാശ്മീരിലെ മുസ്ലിം സ്ത്രീ പ്രതികരിച്ചു. അവര് പറഞ്ഞു, ബേട്ടി പഠാവോ ബേട്ടി ബചാവോ, പെൺകുട്ടികൾ ക്ലാസ് മുറിയിലേക്ക് പോകാൻ മടിച്ചിരുന്ന ഞങ്ങളുടെ കാശ്മീരിന്റെ മണ്ണിൽ മുസ്ലിം സ്ത്രീകളോടും എല്ലാവരോടും ഒരുമിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. മോദിജി പറഞ്ഞു, ഞാൻ അവരുടെ അപ്പൂപ്പനാകാം, ഞാൻ അവരുടെ മുത്തശ്ശനാകാം. നിങ്ങൾ പെൺകുട്ടികളെ ക്ലാസ് മുറിയിലേക്ക് പറഞ്ഞയക്കണം. പെൺകുട്ടികൾ ഈ രാജ്യത്തിന്റെ വിഭവമാണ്. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ യശസ്സാണ് നമ്മുടെ പെൺമക്കൾ. ആ പെൺമക്കളെ എത്ര പഠിപ്പിക്കാൻ സാധിക്കുമോ അത്രയും പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആവശ്യപ്പെട്ടുകൊണ്ട് ബേട്ടി പഠാവോ ബേട്ടി ബചാവോ കൊണ്ടുവന്ന ലോകത്തെ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ മനുഷ്യൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ ഞങ്ങൾ കാശ്മീരിലെ മുസ്ലിങ്ങൾ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട് എന്നാണ് ആ കാശ്മീരിലെ മുസ്ലിം വനിത മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാധ്യമങ്ങൾക്ക് അത് കേട്ടു, ഉത്തരം കിട്ടി. അവര് 100ഓളം കാര്യങ്ങൾ പറഞ്ഞു. അവര് ചോദിച്ചു, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്ത തെറ്റെന്താണ്? കാശ്മീരില് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരവാദികൾ ഈ പ്രദേശത്ത് നമ്മുടെ ആളുകളെ കൊല ചെയ്യപ്പെട്ടതിനു ശേഷം ആ കാശ്മീരിൽ മുമ്പ് എന്തായിരുന്നു അവസ്ഥ? കാശ്മീരിലെ പട്ടാളക്കാരെ കല്ലെറിയാനും പട്ടാളക്കാരെ തീവ്രവാദികൾക്ക് കൊലപ്പെടുത്താനും കൂട്ടുണ്ടാക്കിയിരുന്നത് കാശ്മീരിലെ ആ പ്രദേശത്തെ ചില ആളുകളായിരുന്നുവെങ്കിൽ ഇന്ന് അതിന് മാറ്റം സംഭവിച്ചു. പഹൽഗാം ആക്രമണത്തിന് ശേഷം കാശ്മീരിന്റെ മണ്ണിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. കാശ്മീരിന്റെ മണ്ണിൽ വലിയ റാലികൾ ഉണ്ടായി. കാശ്മീരിന്റെ മണ്ണിൽ ജനങ്ങൾ ഒരുമിച്ച് ചേർന്നു. മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ, ഇത് നമ്മുടെ ഭാരതമാണ് എന്ന് പറയാൻ, ഈ ഭാരതത്തിലെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒന്നാണെന്ന് പറയാൻ, ഞങ്ങളെ സ്നേഹിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിക്ക് കാശ്മീരിനെ സംരക്ഷിക്കാൻ സാധിച്ചു എന്ന് പറയാൻ, കാശ്മീരിലെ ബിസിനസിനെ കുറിച്ച് പറയാൻ, കാശ്മീരിന്റെ മണ്ണിൽ സാമ്പത്തിക സ്രോതസ് ഉണ്ടായതിനെ കുറിച്ച് പറയാൻ, കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം
ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ പോലെയും രാജ്യസ്നേഹികളുടെ മണ്ണാണെന്ന് പറയാൻ റാലികൾ സംഘടിപ്പിക്കപ്പെട്ടു. അതാണ് മോദിയുടെ ഭാരതം, അതാണ് നമ്മുടെ നേതാവിന്റെ ഭാരതം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള നമ്മുടെ ഈ മുഴുവൻ ആസേതു ഹിമാചലത്തിന്റെ മണ്ണും സ്നേഹത്തിന്റെ, ദേശീയതയുടെ കറകളഞ്ഞ രാജ്യസ്നേഹികളുടെ കൂട്ടായ്മയായിട്ട് പഹൽഗാമിന് ശേഷം ഞാനും നിങ്ങളും കണ്ടു. കാശ്മീരിലെ മുഖ്യമന്ത്രി, അവിടെ ഒരു കുതിരക്കാരനുണ്ടായിരുന്നു. ആ കുതിരക്കാരനായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ, ആ മുസ്ലിം ചെറുപ്പക്കാരനെ കുറിച്ചാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും കേട്ടത്. ആ മുസ്ലിം ചെറുപ്പക്കാരൻ മരണമടഞ്ഞത് സഹപ്രവർത്തകരെ രക്ഷിക്കാൻ, അവിടെ ചെന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മുസ്ലിം ചെറുപ്പക്കാരന്റെ ജീവൻ കൊടുത്തു. ഭീകരവാദിയായിട്ടുള്ള ഇസ്ലാം ഭീകരവാദിക്ക് മുന്നിൽ വിരിമാറ് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ മുസ്ലിം ചെറുപ്പക്കാരൻ അവന്റെ ജീവൻ അവിടെ സമർപ്പിച്ചു. കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള AICCയുടെ കുറിപ്പിറക്കിയ കോൺഗ്രസിന്റെ മല്ലികാർജുൻ ഖാർഗെയെ പോലെയുള്ള ആളുകളെ വിളിച്ചിട്ട് ഒമർ അബ്ദുള്ള പറഞ്ഞു, നിങ്ങൾ ഈ കുറിപ്പ് തിരുത്തണം. ഈ രാജ്യം ഒറ്റക്കെട്ടായി ഭീകരവാദികൾക്കെതിരെ മുന്നോട്ട് പോകുന്ന സമയത്ത് രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്ന് ഇന്ത്യ മുന്നണിയിലെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഒമർ അബ്ദുള്ളക്ക് പറയേണ്ടി വന്നു. ആ ഒമർ അബ്ദുള്ള ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് നമസ്കാരത്തിന് അവിടെ കാവൽ നിന്നു ആ കുടുംബത്തോടൊപ്പം. ഒമർ അബ്ദുള്ള കാശ്മീരില് ജീവൻ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ മയ്യത്തിന് കാവൽ നിന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു മുഖ്യമന്ത്രി, കർണാടകയിലെ മുഖ്യമന്ത്രി, അവിടെ മരണപ്പെട്ട ആളുകളുടെ ഭൗതിക ശരീരത്തിന് കാവൽ നിന്നുവെങ്കിൽ, ആ ഭൗതിക ശരീരത്തെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഏറ്റുവാങ്ങിയെങ്കിൽ, 6ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ, ബംഗാൾ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ മരണമടഞ്ഞ മനുഷ്യരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി ആ ശവശരീരത്തെ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയിട്ട് ഏറ്റുവാങ്ങാൻ കാവൽ നിന്നുവെങ്കിൽ, ഈ കണ്ണൂർക്കാരൻ പിണറായി വിജയൻ, സ്വന്തമായിട്ട് ഹെലികോപ്റ്ററുള്ള പിണറായി വിജയന് ആ രാമചന്ദ്രന്റെ വീട് വരെ വരാൻ സൗകര്യമുണ്ടായില്ല. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മറ്റെല്ലാ സംസ്ഥാനങ്ങളും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ സമയമുണ്ടായില്ല. അവസാനം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തു, പ്രതിഷേധിച്ചു, പ്രതികരിച്ചു, നവമാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. അവസാനം പിണറായി വിജയൻ ഒരുങ്ങിക്കെട്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ ബസ്സിൽ യാത്ര ചെയ്ത കേരള മുഖ്യമന്ത്രി അങ്ങനെ ഒരുങ്ങിക്കെട്ടി പൊന്നു തമ്പുരാൻ എഴുന്നള്ളി. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ചെയ്ത മര്യാദ കാണിക്കാൻ അറിയാത്ത ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിതനായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. കാരണം എന്താണെന്ന് അറിയുമോ? ഇത് മോദിയുടെ ഭാരതമല്ലേ? മോദിയുടെ ഭാരതത്തിൽ എന്റെ നാട്ടിൽ നിന്നുള്ള ആള് മരിച്ചാലും അതിനകത്ത് എങ്ങനെയാണ് വർഗീയതയും തീവ്രതയും കലർത്തേണ്ടത് എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാത്തിരുന്നുവെങ്കിൽ, അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനത്തിന് വന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെ മുഖത്ത് ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോക്കിയിട്ടും മതിവരാത്ത പിണറായി വിജയനെ എനിക്കും നിങ്ങൾക്കും അവിടെ കാണാൻ സാധിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാടും നഗരവും മാറുകയാണ്. പിണറായി വിജയന്റെ കൂടെയുള്ള വകുപ്പ് മന്ത്രി പറഞ്ഞു അദാനി പാർട്ട്ണറാണ് എന്നാണ് പറഞ്ഞത്. ആ അദാനിക്കെതിരായിരുന്നല്ലേ ചാനൽ ചർച്ചകൾ മുഴുവൻ? കേരളത്തിൽ രാത്രിയായാൽ ചാനൽ ചർച്ചയിൽ കയറിയിരുന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ചർച്ചകൾ, അദാനി, ഞാനും പറഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ മറുപടിയായിട്ട്, അദാനി നരേന്ദ്രമോദിയുടെ അമ്മാമന്റെ മകനല്ല എന്ന് ചാനൽ ചർച്ചയിൽ മറുപടി പറഞ്ഞ ഒരാളാണ് ഞാൻ. അദാനിക്കെതിരെ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു? ആ അദാനി പാർട്ട്ണറാണ് എന്ന് വാസവൻ പ്രഖ്യാപിച്ചു. അത് മാത്രമല്ല, അദാനിയുടെ ഈ തുറമുഖം കാണാൻ നല്ല കോട്ടൊക്കെ ഇട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ കമല പോയി. കമലയെടുത്തി കോട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോ എന്റെ കാറിലുണ്ട്, ഞാനത് ഇങ്ങോട്ടേക്ക് എടുക്കാൻ മറന്നു. ഒപ്പം വീണ ആരാ? കേരളത്തിന്റെ മന്ത്രിയാണ്. കമല ആരാണ്? മന്ത്രിയാണ്. ഈ കമലയിടത്തേക്ക് മുൻപ് അച്യുതാനന്ദന് ഭാര്യയുണ്ടായിരുന്നു, ഏറമ്പാട് കൃഷ്ണൻ നായനാർക്ക് ഭാര്യയുണ്ടായിരുന്നു. പാർട്ടിയുടെ ചുമതലയിൽ
പബ്ലിക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോടൊപ്പം കെട്ടിയെഴുന്നള്ളി നടന്നിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ. എന്നാൽ പിണറായി വിജയൻ എവിടെ പോയാലും പിണറായി വിജയന്റെ കൂടെ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിന്റെ ചിലവിൽ, അല്ലാതെ പാറപ്പുറത്ത് തെങ്ങുംതോപ്പിലെ തേങ്ങാ വിറ്റ് കിട്ടിയ കാശ് കൊണ്ടല്ല ജപ്പാനിലേക്കും അമേരിക്കയിലേക്കും പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തത്. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് അവിടെ ഇടുക്കിയിലെ പാവപ്പെട്ട സഹോദരിക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കാതെ കേരളത്തിൽ ആവശ്യമായിട്ടുള്ള ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും കണ്ണടക്കുന്ന ആ പിണറായി വിജയന്റെ കൂടെ അദാനിയുടെ വിഴിഞ്ഞം പോർട്ടില് അദാനിയുടെ മറ്റൊരു പാർട്ട്ണറെ പോലെയാണ് വീണ നിന്നത്, കമലേടത്തി നിന്നത്, പിന്നെയോ വീണയുടെ കൊച്ചുമകൻ നിന്നത്. നാണമുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി സ്വന്തം അമ്മയെപ്പോലും ഒരു 10 ദിവസം തന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് രാജകീയമായ സുഖ സൗകര്യങ്ങളോടുകൂടി 10 ദിവസം ഭക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിക്കാത്ത ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞു, എന്റെ അമ്മ അയൽ വീടുകളിൽ പാത്രം കഴുകി കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്തു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മക്കളെ പഠിപ്പിച്ചത്. ആ കുടിസുമുറിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും അമ്മ എനിക്ക് പകർന്നു തന്ന ആത്മാഭിമാനത്തിന്റെ വലിയ കോട്ടയുണ്ട്. ആ ആത്മാഭിമാനത്തിന്റെ വലിയ കോട്ടയ്ക്ക് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അമ്മമാർക്ക് വേണ്ടി പദ്ധതികൾ കൊണ്ടുവരും. അങ്ങനെയാണ് മാതൃവന്ദനം പദ്ധതി കൊണ്ടുവന്നത്. ആ നരേന്ദ്രമോദിയെ പിണറായി വിജയൻ കണ്ട് പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃഷ്ണൻ നായരും EMSനും അതുപോലെ തന്നെ AK ഗോപാലനും എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള നേതാക്കന്മാർ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർക്കുമുണ്ടായിരുന്നു കുടുംബം, അവർക്കുമുണ്ടായിരുന്നു കുട്ടികൾ, അവർക്കുമുണ്ടായിരുന്നു മക്കൾ. ഒരു മുഖ്യമന്ത്രി തന്റെ മകൾക്ക് 2 വോയിൽ സാരി കൊടുക്കാൻ വേണ്ടി ഒരു കടക്കാരന് കത്തെഴുതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു, ശമ്പളം കിട്ടിയാൽ തിരിച്ചു തരാം, മകൾക്ക് 2 സാരി കൊടുക്കണമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ കണ്ട കേരളത്തിലാണ് സർവത്ര സ്ഥലങ്ങളിലും ഉപചാര വൃന്ദങ്ങളോടൊപ്പം ഈ മുഖ്യമന്ത്രി മകൾ, മരുമകൻ, പിന്നെ വിവേക് എല്ലാവരും ചേർന്ന് ചെറിയ കുട്ടി വരെ ചേർന്ന് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്ന എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം എടുത്തുകൊണ്ട് ടൂറ് പോകുന്ന, നിരവധി രാജ്യങ്ങളിൽ ടൂറ് പോകുന്ന ആ പിണറായി വിജയന്റെ വീണയുടെ ഭർത്താവ് റിയാസ്, മരുമകൻ, ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് പറയുകയാണ്, രാജീവ് ചന്ദ്രശേഖർ 2 മണിക്കൂർ മുമ്പ് അവിടെ കയറി കസേരയിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. ആരുടെ കസേരയാണ്? ആരുടെയാ കസേര? കസേരയിൽ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ഇരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിശ്ചയിക്കാത്ത ഒരാൾക്കും അവിടെ ഇരിക്കാൻ പറ്റില്ല. സ്റ്റേജിൽ മാത്രമല്ല, 1ാം നിരയിലോ അതിനകത്ത് പാസില്ലാതെ ഒരാൾക്കും പോകാൻ സാധ്യമല്ല. SPG പരിശോധിക്കും. ഞാനും എന്റെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ഞങ്ങൾ 6 പേരും പാസ് തന്നത് PMO ഓഫീസാണ്. അങ്ങനെ പാസ് തന്നിട്ടുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററെ സ്വീകരിക്കാൻ ആരൊക്കെ എയർപോർട്ടിൽ പോകണം അതിന് തീരുമാനമുണ്ടാകും. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേരളത്തിന്റെ പുതിയ പ്രസിഡന്റിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് റിയാസ് പറഞ്ഞു, ഞങ്ങളൊക്കെ താഴെയുണ്ട്, ഒരാൾ മുകളിൽ ഇരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. 2 മണിക്കൂർ നേരത്തെ വന്നു. അത് അദ്ദേഹത്തിന്റെ സൗകര്യമാണ്. 2 മണിക്കൂർ നേരത്തെയോ 3 മണിക്കൂർ നേരത്തെയോ അവിടെ വന്ന് സ്റ്റേജിൽ ഇരുന്നതിന്റെ പേരില് ട്രോളന്മാരെ നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ട്രോള് നടത്തുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പൈസ കൊണ്ട് ജീൻസും ബനിയനും വാങ്ങി ടൂറ് പോകുന്ന കമലേടത്തിയെ ഒന്ന് നിലയ്ക്ക് നിർത്തിയിട്ട് മതി ഈ രാജീവ് ചന്ദ്രശേഖരന്റെ മെക്കിട്ട് കയറാനെന്നാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. തീരുമാനിച്ചവർ ഇരിക്കും. അദാനിയുടെ 2000 കോടി രൂപ അദാനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദാനിക്കും ആരെ വേണമെങ്കിലും ക്ഷണിക്കാം. പ്രൈം മിനിസ്റ്റർ വരുന്ന ഒരു പരിപാടിയിൽ മുൻപും സംസ്ഥാന പ്രസിഡന്റ് പോയിട്ടുണ്ട്. അന്ന് ശ്രീമാൻ കുമ്മനം രാജശേഖരനാണ്. മെട്രോയുടെ ഉദ്ഘാടനത്തിനാണ് വന്നത്. മെട്രോയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോ ശ്രീമാൻ കുമ്മനം രാജശേഖരൻ പോയി. കുമ്മനം രാജശേഖരനെയും കേരളത്തിന്റെ മണ്ണിൽ ട്രോളി. കുമ്മനം രാജശേഖരന്റെ നിറത്ത വരെ നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ അതായത് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണം പറ്റുന്നവന്മാർ നവമാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് കുമ്മനം രാജശേഖരൻ ജിയെ വരെ അപമാനിച്ചു, ആക്ഷേപിച്ചു.
പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പാസ് കിട്ടാതെ ഒരാൾക്കും എവിടെയും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മലയാളം സംസാരിക്കാൻ അത്ര പ്രാഗൽഭ്യം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന് ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് മനം മടുപ്പിക്കാമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരം പ്രഖ്യാപനങ്ങളുമായിട്ട് റിയാസ് കടന്നു വന്നത്. അപ്പൊ റിയാസെ ഒരു കാര്യം തീരുമാനിച്ചോ, എന്താണെന്നറിയോ? ടൂറിസം മന്ത്രിയാണ്, PWDയുടെ മന്ത്രിയാണ്. ഈ ടൂറിസം മന്ത്രി റിയാസ് ജപ്പാൻ കണ്ടു, അമേരിക്ക കണ്ടു, ചൈന കണ്ടു, പിന്നെയോ മാൾട്ട കണ്ടു, തായ്ലൻഡ് കണ്ടു. പക്ഷേ കേന്ദ്രം കൊടുത്ത സുരേഷ് ഗോപിയെ ഇതുവരെ കാണാൻ അരമണിക്കൂർ സമയം റിയാസിന് പറ്റിയിട്ടില്ല, കിട്ടിയിട്ടില്ല. എന്താ കാരണം? ടൂറിസം മന്ത്രി സുരേഷ് ഗോപിയെ കണ്ടാൽ പ്രൊജക്ട് കൊടുക്കണം. ആ പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞാൽ തത്സമയം കേരളത്തിലെ ടൂറിസം മേഖലയുടെ വാതായനങ്ങൾ തുറക്കും. ആ സുരേഷ് ഗോപിയോടൊപ്പം ഒന്നിരിക്കാൻ, ഒന്ന് ചർച്ച ചെയ്യാൻ, കോഴിക്കോട്ടുകാർക്ക് വേണ്ടി 2 പദ്ധതികൾ വാങ്ങാൻ, വയനാടുകാർക്ക് വേണ്ടി 2 പദ്ധതി വാങ്ങാൻ, കേരളത്തിൽ ഏതെങ്കിലും ജില്ലയിൽ ടൂറിസം പ്രമോഷന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗിൽ പോലും നേരായ രീതിയിൽ ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ ഇതുവരെ പോയിട്ടില്ല. കടലോര മേഖലയിൽ തിങ്ങിപ്പറക്കുന്ന പാവപ്പെട്ടവർ, അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു മന്ത്രി ശ്രീമാൻ ജോർജ് കുര്യൻ. ആ ജോർജ് കുര്യനെ കേരളത്തിൽ നിന്ന് കൃത്യമായ രീതിയിൽ എന്ത് നിവേദനമാണ് കേരളത്തിന്റെ വകുപ്പ് മന്ത്രി കൊടുത്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ സാധിക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ മന്ത്രിമാർ തലതാഴ്ത്തിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ കളിയാക്കിയാലോ ആക്ഷേപിച്ചാലോ അധിക്ഷേപിച്ചാലോ പാർട്ടി പ്രവർത്തനം നിർത്തി അവസാനിപ്പിച്ച് വീട്ടിൽ പോകും എന്നാണ് ധാരണയെങ്കിൽ പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് ഞാനൊരു ഉത്തരം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള മടക്കം NDAയുടെ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ കസേരയിൽ കണ്ടിട്ടായിരിക്കുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അലയൊലി അത് ഇവിടെയാണ് ഉണ്ടാകേണ്ടത്. എവിടെയാണ്? നിങ്ങളുടെ വാർഡുകളിൽ. ആ അലയൊലി ഉണ്ടാക്കാൻ നമുക്ക് ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി, സബ്കാ സാത്ത് സബ്കാ വികാസ്. ഇതാണ് മോദിജിയുടെ മുദ്രാവാക്യം. എല്ലാവരോടും ഒപ്പം, എല്ലാവർക്കും വികസനം. അതിനു വേണ്ടിയാണ് ആ പാവം അധികാരമേറ്റെടുത്ത ദിവസം മുതൽ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ലോകരാജ്യങ്ങളിൽ മുഴുവൻ പോയി. എന്തിനാ പോയത്? രാഹുൽ ഗാന്ധി പോണ പോലെ പ്രത്യേകമായ ഒരു ദ്വീപിലേക്ക് സുഖവാസത്തിന് പോകുന്നതല്ല. നമ്മുടെ കൺമുന്നിൽ മണിക്കൂറുകൾ ഉറക്കമുപേക്ഷിച്ച്, മണിക്കൂറുകൾ ശരീരത്തിന്റെ പോലും സ്ഥിതി വകവയ്ക്കാതെ നമ്മുടെ ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ലോകരാജ്യങ്ങളിൽ പോയി ചർച്ച ചെയ്ത് മുന്നോട്ട് പോയി. ഇന്ന് ലോകത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രങ്ങളുടെ മുന്നിൽ 3-ാം സ്ഥാനം എന്റെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കുമെന്ന് പറയുന്ന ചായക്കച്ചവടക്കാരന്റെ മകൻ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഭാരതം, ആ ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നെടുക്കുകയാണ്. ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നെടുക്കുന്ന ആ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ ഭാരതത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന 300 പദ്ധതികൾ കോഴിക്കോട്ടുകാർക്ക് കിട്ടുന്നില്ലെങ്കിൽ നോ ഷോർട്ട് കട്ട്, ഒരെളുപ്പ വഴിയുമില്ല. എന്താകണം? മെമ്പർ ഓഫ് പാർലമെന്റ് അത് രാഘവട്ടനാണ് കോഴിക്കോട്. പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കാൻ ഈ ഇരിക്കുന്ന അമ്മമാരും സഹോദരന്മാരും തീരുമാനമെടുത്താൽ മതി. ആ 300 പദ്ധതികൾ ആ പ്രദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായിട്ട്, ജാതിയോ നമ്മളെ നോക്കിയിട്ട് പറയുന്നത് നമ്മൾ ഭീകരവാദികൾക്കെതിരാണ് എന്നല്ല, നമ്മളെയും മുസ്ലിം സഹോദരന്മാരെയും തമ്മിലടിപ്പിക്കാൻ എന്താണ് മാർഗം എന്നാണ് ഇപ്പൊ റിസർച്ച് ചെയ്യുന്നത്. അതാണ് കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും മാറി മാറി പരിശോധിക്കുന്നത്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, അമ്മമാരെ, നമ്മളെ സംബന്ധിച്ച് ഈ 11 വർഷം നമ്മുടെ രാജ്യം മോദിജിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ടീം ഇന്ത്യ. ആ ടീം ഇന്ത്യയിലെ റോഡിന്റെ മന്ത്രിയാണ് ശ്രീമാൻ നിതിൻ ഗഡ്കരി. ആ റോഡിന്റെ മന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരി 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്
കേരളത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചത്. 3 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചപ്പോ റോഡ് പണി നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ചൊക്കെ അസ്വസ്ഥതയുണ്ടായിരുന്നു. കാരണം അവിടെ ബ്ലോക്ക്, ഇവിടെ ബ്ലോക്ക്. എന്നാൽ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് ആ കാറിൽ കയറിയിരുന്നതേ ഓർമ്മയുള്ളൂ, കോഴിക്കോട് വണ്ടി എത്തിയതേ അറിഞ്ഞില്ല. എങ്ങനെയാണ് ഈ രാജ്യത്തെ സ്നേഹിച്ച, കേരളത്തെ സ്നേഹിച്ച ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ടീം ഇന്ത്യയുടെ പ്രവർത്തനമാണ് റോഡ്. അങ്ങനെ വിശാലമായ റോഡുകൾ കൊടുത്തു. ആ റോഡുകൾ ഇപ്പൊ മംഗലാപുരം മുതൽ റോഡ് അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് വരെ ആ റോഡിന്റെ നീളം കണക്കാക്കിക്കൊണ്ട്, റോഡിന്റെ വീതി കണക്കാക്കിക്കൊണ്ട് ദേശീയപാത അതോറിറ്റി ആളുകൾ പുതിയ പുതിയ പദ്ധതികളും കോറിഡോറുകളും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുമ്പോ PWD മന്ത്രി റിയാസ് മോൻ, പുന്നാര മോനാണ് പിണറായി വിജയന്റെ, ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്രം കൊടുത്ത പണിഞ്ഞ റോഡിന് കിട്ടിയ പൈസയുടെ കണക്കുണ്ടല്ലോ, രൂപ, നരേന്ദ്രമോദി കൊടുത്ത പണത്തിന്റെ കണക്ക്, അത് ധവളപത്രം പുറപ്പെടുവിക്കാൻ ഞങ്ങൾ പലതവണയായി കേരളത്തിൽ ആവശ്യപ്പെടുന്നു. ഒരു കണക്കുമില്ല. ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന് പൂജ്യം എഴുതാൻ അറിയില്ല, കോമ ഇടാൻ അറിയില്ല. അങ്ങനെ ചോദിച്ച പണം മുഴുവൻ കിട്ടാതെ വന്നപ്പോ കേരളത്തിലേക്ക് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിനോട് നിർമ്മല സീതാരാമൻ പറഞ്ഞു, കണക്ക് കറക്റ്റ് ആയിരിക്കണം. കൊടുക്കുന്ന കണക്കിൽ 50,000 കോടി എന്ന് എഴുതിയാൽ 5,000 ഒരു പൂജ്യം കുറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ കണക്ക് കൃത്യമായി തന്നാൽ ആ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായിട്ടുള്ള പണം അത് കേരളത്തിലേക്ക് നൽകാൻ വളരെ താല്പര്യമുള്ള ഒരു ഗവൺമെന്റാണ് ഈ രാജ്യ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ബാലഗോപാലിനോട് പറഞ്ഞതിന് ശേഷം ഇപ്പൊ നിർമ്മല സീതാരാമനെതിരായിട്ടുള്ള ഒരു ചർച്ചയും ഒരു വാചക കസർത്തും നമുക്കാർക്കും കാണാനും കേൾക്കാനും സാധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയത് വിവിധ മേഖലകളിലൂടെ പടവെട്ടി കയറിയതാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകള്, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് സ്വന്തമായിട്ടുള്ള ആളുകൾ ഒന്ന് കൈപൊക്കുക. സ്വന്തം ബാങ്ക് അക്കൗണ്ട്. ഇതാണ് മോദിയുടെ ഭാരതം. ഇത് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ ജൻധൻ അക്കൗണ്ട് ഇല്ല. പാവപ്പെട്ട ആളുകളോട് ജൻധൻ അക്കൗണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോ ഇവിടത്തെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മാർക്സിസ്റ്റുകാരനും ഒക്കെ കളിയാക്കിയിട്ട് ചോദിച്ചു, എന്തിനാണ് ഈ കാർഡ്, എന്തിനാണ് ജൻധൻ അക്കൗണ്ട്, എന്തിനാ ജൻധൻ അക്കൗണ്ട്? ഇടത്തട്ടുകാരോട് പറഞ്ഞു, എന്നോടും നിങ്ങളോടും, മിഡിൽ ക്ലാസ് ഫാമിലി, നമ്മളോട് പറഞ്ഞു, നിങ്ങൾ മുണ്ട് മുറുക്കി ഉടുക്കണം. ഗ്യാസിന് വില വർദ്ധിച്ചാൽ ആ പണം ഒരു കൂട്ടിയെടുത്തുകൊണ്ട് ഒരിക്കൽ പോലും പുകയൂതാതെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കാത്ത, ചുമച്ചുകൊണ്ടിരിക്കുന്ന, അന്യ വീട്ടിൽ ജോലിക്ക് പോകുന്ന, അല്ലെങ്കിൽ ഫാക്ടറികളിൽ ജോലിക്ക് പോകുന്ന ആ പാവപ്പെട്ട അമ്മമാർക്ക് എനിക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കണം, നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ നിങ്ങളുടെ സബ്സിഡി വേണ്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു, ഞാനും നിങ്ങളും ഏറ്റെടുത്തു, നമ്മൾ മുണ്ട് മുറുക്കി കൊടുക്കാൻ തീരുമാനിച്ചു. നരേന്ദ്രമോദിയുടെ 1 രൂപ പോലും നരേന്ദ്രമോദിജിയുടെ കുടുംബത്തിലേക്ക് പോയില്ല. അദ്ദേഹത്തിന്റെ സാക്ഷാൽ കുടുംബം എന്ന് പറയുന്നത് ഈ ഭാരത രാജ്യമാണ്. ഇവിടുത്തെ അമ്മമാരാണ്, ഇവിടുത്തെ സഹോദരന്മാരാണ്. അങ്ങനെയാണ് ഉജ്വൽ യോജന, ലക്ഷക്കണക്കിന് സൗജന്യമായിട്ടുള്ള ഉജ്വൽ യോജന കണക്ഷനുകൾ ഈ രാജ്യത്ത് കൊടുത്തു. ജൻധൻ അക്കൗണ്ട് കൊണ്ടുവന്നു. പ്രധാനമന്ത്രിയുടെ കർഷകർക്ക് കൊടുക്കുന്ന 3000 രൂപ 2000 ആയിരുന്നു, അത് 3000 രൂപയാക്കി വർദ്ധിച്ചു. അത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരാൻ തുടങ്ങി. ഇവിടുത്തെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും ഈ രാജ്യത്ത് മുന്നോട്ട് പോകുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ അതിവേഗതയിൽ നമ്മുടെ ഭാരതം മുന്നോട്ട് പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലതൊട്ടപ്പന്മാർ ഈ ഭാരതത്തിൽ നിന്ന് വളർന്നു വരുന്നുവെന്ന് ലോകം അത്ഭുതത്തോടുകൂടി നമ്മളെ നോക്കി. നമ്മുടെ ഭാരതത്തിലെ ബാങ്കുകൾ, നമ്മുടെ ഭാരതത്തിന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ അതീവ വേഗതയിൽ മുന്നോട്ട് പോകുന്നു. ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ 3ാം സ്ഥാനത്തേക്ക് നമ്മുടെ ഭാരതം കുതിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വലിയ തലവന്മാർ, മോർഗൻ സ്റ്റാൻലിയെ പോലെയുള്ള ആളുകൾ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? നമ്മുടെ ഭാരതം അങ്ങനെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും
ഭക്ഷണം കഴിക്കാൻ വേണ്ടി, മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അരി കഴുകി അടുപ്പത്തിടുമ്പോ ഒരു പിടി അരിയെങ്കിലും എടുത്ത് മാറ്റിവെച്ച് ആ അരിയെ വർദ്ധിപ്പിച്ച് അമ്മമാർ, ധനകാര്യ വിദഗ്ധകളായിട്ടുള്ള സഹോദരിമാരും അമ്മമാരുമാണ് ഈ ഇരിക്കുന്ന ആളുകൾ. ഭർത്താക്കന്മാരറിയാതെ മകളുടെ കല്യാണം നിശ്ചയിച്ചാൽ ആ അമ്മയുടെ കയ്യിലും മിനിമം പാവപ്പെട്ട ദാരിദ്ര്യമുള്ള ഒരു അമ്മയുടെ കയ്യിലും ഉണ്ടാകും ഒരു 2 പവൻ സ്വർണ്ണാഭരണം. ലോകം ചർച്ച ചെയ്തു, ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള അമ്മമാർ നമ്മുടെ ഭാരതത്തിലാണ്. എന്തുകൊണ്ടാണ്? ധനകാര്യ വിദഗ്ധരാണ്. പട്ടിണി കിടക്കുകയാണ്. പട്ടിണി കിടന്നുകൊണ്ടും തന്റെ അടുത്ത തലമുറയെ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹമുള്ള, ആർജവമുള്ള ഈ ഭാരതത്തിലെ അമ്മമാർ, ആ അമ്മമാരോടാണ്, ആ പെൺകുട്ടികളോടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ബേട്ടി പഠാവോ ബേട്ടി ബചാവോ. പെൺകുട്ടികൾ പഠിക്കട്ടെ, വളരട്ടെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ പെൺകുട്ടി പഠിപ്പൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിച്ചു പോയാൽ അവൾക്ക് എന്ത് വേണം? അവൾക്ക് ഇന്ദ്രധനുഷ് യോജന പദ്ധതി കൊടുക്കണം. എന്തിനാണ്? അവളുടെ ഗർഭാവസ്ഥയെ പരിരക്ഷിക്കണം. അവളുടെ മുഖം ഒന്ന് വിളറിയാൽ അവൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണം. അവൾ വാർദ്ധക്യത്തിലെത്തുന്നതിന് മുൻപ് അവളെ അമ്മയായി മാതൃവന്ദനം പരിപാടി കൊടുക്കണം. ബേട്ടി പഠാവോ ബേട്ടി ബചാവോ. കൊച്ചുകുട്ടിക്കുള്ള സുകന്യ സമൃദ്ധി പദ്ധതി 500 രൂപ ഈ കൊച്ചുകുട്ടിയുടെ അച്ഛൻ പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ, അമ്മ ഡെപ്പോസിറ്റ് ചെയ്താൽ ആ കൂട്ടത്തിൽ അത്രയും തുക ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ തലവനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി കൊടുക്കും. ആ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസിലൂടെ വന്ന സുകന്യ സമൃദ്ധി പദ്ധതി. 20 വയസ്സാകുമ്പോ ആ പെൺകുട്ടിക്ക് ഉപരിപഠനത്തിന് വേണമെങ്കിൽ ആ പൈസ എടുക്കാം, അല്ലെങ്കിൽ അവളെ വിവാഹം കഴിച്ചയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുകന്യ സമൃദ്ധി പദ്ധതി കൊണ്ടുവന്ന്, ബേട്ടി പഠാവോ ബേട്ടി ബചാവോ പദ്ധതി കൊണ്ടുവന്ന്, മാതൃവന്ദനം പദ്ധതി കൊണ്ടുവന്ന്, ഇന്ദ്രധനുഷ് യോജന പദ്ധതി കൊണ്ടുവന്ന്, വൃദ്ധർക്കുള്ള 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവന്ന്, ആവശ്യമുള്ള റോഡുകളും പാലങ്ങളും കൊടുത്ത്, ഇപ്പോ ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് സെമിനാറും സിമ്പോസിയവും നടത്തി നമുക്കിത് വേണ്ട എന്ന് തീരുമാനിച്ച ഒരു പദ്ധതിയാണ്. പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി കൊടുക്കാതെ ഒരു ഭാഗത്ത് മൂലക്കിട്ട പദ്ധതിയാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങൾ കൈവശം വെക്കാൻ ഞങ്ങൾക്കാണ് അധികാരമെന്ന് പറഞ്ഞ ലോകരാജ്യങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പറഞ്ഞത്, ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ വന്ന് വിഴിഞ്ഞത്ത് കേരളത്തിൽ നങ്കൂരമടിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോ അന്ന് വിശ്വസിക്കാതെ പ്രഖ്യാപനവും പത്രസമ്മേളനവും നടത്തിയ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാരുള്ള കേരളമാണിത്. ഇന്ന് വിഴിഞ്ഞത്തേക്ക് വരുന്ന നങ്കൂരമടിക്കാൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾ ലോകത്തെവിടെയുമില്ലാത്ത സുഖസമൃദ്ധമായിട്ടുള്ള ഏറ്റവും ആഴമുള്ള ഒരു വിഴിഞ്ഞം തുറമുഖ പദ്ധതി, അതിന്റെ ആവശ്യമായിട്ടുള്ള അനുമതിയും രേഖകളും എല്ലാം കിട്ടിയിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് പടവെട്ടി നേടിയതാണ്. ഈ വികസനങ്ങൾ മുഴുവൻ, ഈ രാജ്യത്ത് കാണുന്ന ഈ വികസനങ്ങൾ മുഴുവൻ നമ്മൾ പടവെട്ടി നേടിയതാണ്. എങ്ങനെ 25 കോടി ജനങ്ങൾ ഭാരതത്തിൽ ദാരിദ്ര്യരേഖയുടെ മുകളിലെത്തി? 25 കോടി ജനങ്ങളെ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ദാരിദ്ര്യരേഖയുടെ മുകളിലെത്തിച്ചു എന്ന് പറഞ്ഞാൽ, ആളുകൾക്ക് വീട് കൊടുത്തു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ മുതൽ വീട് വരെ കൊടുത്തു. കുടിക്കാൻ കുടിവെള്ള പദ്ധതി, ജൽനൽ പദ്ധതി കൊണ്ടുവന്നു. എന്ത് പദ്ധതിയാണ് കൊണ്ടുവരാത്തത്? കൊണ്ടുവരുന്ന പദ്ധതികളുടെ പേര് മാറ്റി കേരളത്തിൽ മുഖ്യമന്ത്രി ആഘോഷിക്കുന്നുണ്ട്. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ പേര് മാറ്റി ഹരിത കേരളം പദ്ധതിയാക്കി. ദീനദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള പേര് മാറ്റിയിട്ട് അത് ചെറുതാക്കി എഴുതിയിട്ട് ഇവിടെ മെമ്പർമാരിയ്ക്കുന്നുണ്ട്. ദീനദയാൽ ഉപാധ്യായ എന്ന് ഒരു സ്ഥലത്തും എഴുതി വെക്കാതെ ആ പേര് ഷോർട്ട് ചെയ്തുകൊണ്ട് DU ആക്കി. അപ്പോ അത് ദീനദയാൽ ഉപാധ്യായ എന്ന് പറഞ്ഞാൽ RSSകാരുടെ നേതാവാണ്, BJPക്കാരുടെ നേതാവായിരുന്നു. ഏകാത്മ മാനവ ദർശനമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ആ ഏകാത്മ മാനവ ദർശനം മുഖമുദ്രയാക്കിക്കൊണ്ട് ദീനദയാൽ ഉപാധ്യായജി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവനെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു ദീനദയാൽ ഉപാധ്യായജിയുടെ സ്വപ്നം. ആ സ്വപ്ന പദ്ധതിയാണ് അടൽ ബിഹാരി വാജ്പേയി നടപ്പിലാക്കിയത്. അതിന്റെ തുടർച്ചയാണ് ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് നരേന്ദ്രമോദിജി എന്ന് പറയുന്നത് ആവേശമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് ആത്മാർത്ഥതയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് വാക്കാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് കരുത്താണ്.
നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പകരം വെക്കാൻ ഇന്ത്യയിൽ ഒരാളുമില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ലോകത്തിന് ഉറപ്പായി. 22 ലോകരാജ്യങ്ങളുടെ അംഗീകൃത പരമോന്നത ബഹുമതി അത് നരേന്ദ്രമോദി പതക്കമായിട്ട് നെഞ്ചിൽ സ്വീകരിച്ചിട്ടും ആ മനുഷ്യൻ ലോകത്തോട് പറഞ്ഞു, ഭാരതത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയുമോ? ഒരാൾ രാഷ്ട്രീയക്കാരനായാൽ, അത് ഞാനാകട്ടെ, എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ രമേശ് ആകട്ടെ, ശ്രീ സുരേന്ദ്രനാകട്ടെ, ആരോ ആകട്ടെ, എല്ലാവരെയും പഠിപ്പിച്ചു. എന്താണെന്നറിയുമോ? രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരാൾ ജയിച്ചാൽ, MLA ആയാൽ, MP ആയാൽ, മന്ത്രിയായാൽ, കേന്ദ്രമന്ത്രിയായാൽ, പ്രധാനമന്ത്രിയായാൽ സേവകനെ പോലെ പ്രവർത്തിക്കണം. ശോഭാ സുരേന്ദ്രന് ജോലിക്കാരിയെ പോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഈ പണിയിൽ നിൽക്കണ്ട എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം. നമ്മൾ അതാണ് ഹൃദയത്തിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും നിങ്ങൾ രാജാക്കന്മാരെയാണ് വളർത്തുന്നത്. നിങ്ങൾ രാജാക്കന്മാരെ വളർത്തിയിട്ട് അഹങ്കാരത്തോടുകൂടി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുമായിട്ട് നിങ്ങൾ ചർച്ച നടത്തുമ്പോ ഞങ്ങളുടെ ശ്രീമാൻ നരേന്ദ്രമോദി സേവനത്തിന്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങും. പിന്നെ നവമാധ്യമങ്ങളിലൂടെ ട്രോൾ എഴുതുന്ന ആളുകൾ പറയുന്നുണ്ട് അഹങ്കാരം കുറച്ച് കൂടുതലാണ്. അത് ശരിയാണ്, നല്ല അഹങ്കാരമുണ്ട്. കാരണം അഹങ്കാരം എങ്ങനെ ഉണ്ടായി എന്നറിയുമോ? ബേബിയേട്ടൻ പറഞ്ഞില്ലേ, 21ാമത്തെ വയസ്സിൽ യുവമോർച്ചയുടെ ജില്ലയുടെ പ്രവർത്തനത്തിൽ കടന്നു വന്നതിന് ശേഷം ഇന്ന് വയസ്സ് എനിക്ക് 51ആയി. 30 കൊല്ലത്തോളം ഇവിടെ എന്റെ പാർട്ടിയെ വളർത്താൻ മറ്റൊന്നും ചിന്തിക്കാതെ ഞാനും എന്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാരും മുതിർന്നവരും ഒരുമിച്ച് ഞങ്ങൾ വന്ദേ മാതരം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോ അഹങ്കാരം ഞങ്ങൾക്കുണ്ടാകും. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്ത് ഒരാൾ വരുമ്പോ അഹങ്കാരം ഞങ്ങൾക്കുണ്ടാകും. ഈ രാജ്യത്തിന്റെ 20ലധികം വരുന്ന മുഖ്യമന്ത്രിമാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകുമ്പോ ഞങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടാകും. ഇനി അഹങ്കാരം കുറച്ചുകൂടി കൂടും. കാരണം 20% വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കേരളത്തിൽ കിട്ടിയെന്നറിഞ്ഞപ്പോ ഞങ്ങളുടെ മനസ്സിനകത്ത് നല്ലൊരു അഹങ്കാരമുണ്ടായി. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നുതമ്പുരാൻ പിണറായി വിജയന്റെ പാർട്ടിയുടെ പുന്നപ്രയും വയലാറും അടങ്ങുന്ന പ്രദേശത്ത് മത്സരിക്കാൻ എനിക്കൊരു യോഗമുണ്ടായി ആലപ്പുഴയിൽ. ആ ആലപ്പുഴയില് വയലാറിലും പുന്നപ്രയിലും 1ാം സ്ഥാനം കിട്ടിയപ്പോ കുറച്ച് അഹങ്കാരം കൂടി ഉണ്ടായി. അത് ഈ രാജ്യത്തോടുള്ള സ്നേഹമാണ്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഹങ്കാരമല്ല. പിന്നെയോ KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഇത്രയും വലിയ ഒരു ലീഡർ, ആ ലീഡറുടെ മുന്നിൽ ഞാൻ മത്സരിച്ചപ്പോ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായിട്ടുള്ള ഹരിപ്പാടും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള കായംകുളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും കോൺഗ്രസും BJPയും തമ്മില് വിരലിലെണ്ണാവുന്ന വോട്ടുകളുടെ മാത്രം വ്യത്യാസമുണ്ടായെങ്കിൽ അത് കോൺഗ്രസുകാരനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും വോട്ട് ഞങ്ങൾക്ക് താമര ചിഹ്നത്തിൽ നൽകിയത് കൊണ്ടാണ്. അഹങ്കാരം എന്ന് നിങ്ങൾക്ക് നവമാധ്യമങ്ങളിലൂടെ തോന്നുന്നുവെങ്കിൽ അത് കുങ്കുമഹരിത പതാക പാറിക്കളിക്കുന്നത് കാണുമ്പോഴുള്ള അഹങ്കാരമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, കോഴിക്കോട് 2 വാർഡിന്റെ പരിപാടിയാണോ വലുത് അതോ കൊല്ലം ജില്ലയുടെ പരിപാടിയാണോ വലുത്? ഞാൻ കൊല്ലം ജില്ലയിലെ ഇന്ന് സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം സംസാരിക്കേണ്ട ആളാണ്. ഞാനായിരുന്നു കൊല്ലം ജില്ലയുടെ ഒബ്സർവർ. അപ്പൊ ഞാൻ പറഞ്ഞു, കൊല്ലം ജില്ലയിൽ ഞാൻ പ്രസംഗിച്ചില്ലെങ്കിലും എന്താണ് സംഭവിക്കുക? കൊല്ലം ജില്ലയിലെ സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗിക്കും. പിന്നെ അവിടെ വേറെയും സഹഭാരവാഹികളുണ്ട്. എന്നോട് എന്റെ സഹപ്രവർത്തക രാജീവ് പ്രസാദ് പിണങ്ങി. കാരണം രാജീവ് പ്രസാദിന്റെ ജില്ലയിലെ പരിപാടി കട്ട് ചെയ്തുകൊണ്ട് കോഴിക്കോട്ടേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു, കോഴിക്കോട്ടെ പരിപാടിയാണ് ആദ്യം തീരുമാനിച്ചത്. പ്രസംഗിക്കാൻ സാധിക്കുമോ സാധിക്കില്ലയോ അറിയില്ല, ശബ്ദത്തിന് തയ്യാറുണ്ട്. പക്ഷേ കോഴിക്കോട് 2 വാർഡിൽ ആളുകൾ കഷ്ടപ്പെട്ട് പന്തല് കെട്ടാനും മൈക്ക് വയ്ക്കാനും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും അവർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ത്യാഗമുണ്ടല്ലോ, അതിന്റെ മുന്നിൽ നിൽക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരാൾ വന്ന് സംസാരിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നാളെ തൃശൂർ പൂരമാണ്. നാളെ തൃശൂർ പൂരത്തിന് പറവയ്ക്കുന്നതിന്റെ ആ വേദിയിൽ ശ്രീമാൻ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നവമാധ്യമങ്ങളിലൂടെ എന്നെ ട്രോളുന്ന ആളുകൾക്കുള്ള ഒരു ചെറിയ മറുപടി ഞാൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആലപ്പുഴയിലും
മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ DYFIയുടെ വലിയ നേതാവിനെ നമ്മൾ BJP ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 10-25 ആളുകളെ കൂടി ഞങ്ങൾ BJP ആക്കും. അതിന്റെ ചർച്ചകളെല്ലാം അവിടെ പ്രാദേശിക തലത്തിൽ നടന്നു കഴിഞ്ഞു. കായംകുളത്തും ഹരിപ്പാടും മാത്രമല്ല, കണ്ണൂരിലെ പിണറായിയിലെ പാറപ്പുറത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിലേക്ക് വോട്ടുകൾ ഒഴുകി വന്നിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അങ്ങനെ പാർട്ടിയുടെ വോട്ടുകൾ ഒഴുകി വരാൻ കാരണം നിങ്ങൾ പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു കോരനും കാളിയും കൃഷി ചെയ്ത വയലേലകൾ മുഴുവൻ ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻകുലാബ് സിന്ദാബാദ് വിളിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞു കക്കൂസിനെതിരെ നിങ്ങൾ സമരം ചെയ്തു, ഇല്ലേ? നിങ്ങൾ കൊയ്ത്തു മെഷീനെതിരെ സമരം ചെയ്തു, നിങ്ങൾ മൊബൈൽ ഫോണിനെതിരെ സമരം ചെയ്തു, നിങ്ങൾ ഇവിടുത്തെ മനുഷ്യന്റെ പുരോഗതിക്കെതിരെ സമരം ചെയ്യിച്ചു അണികളെ കൊണ്ട്. എന്നിട്ടോ ടൂറ് പോകുമ്പോ കമല ചേച്ചിയുടെ ഇടത്തെ പോക്കറ്റിലും വലത്തെ പോക്കറ്റിലും ഓരോ ആപ്പിൾ ഫോൺ തിരികെ വെച്ച ഫോട്ടോ ഞാനും നിങ്ങളും കണ്ടില്ലേ? പിണറായി വിജയന് ഇവിടുത്തെ സ്വകാര്യ കമ്പനി വിമാനത്തിലല്ലേ യാത്ര? സ്വകാര്യ മേഖലയ്ക്കെതിരെ സമരം പൂട്ടിയില്ലേ? മാവൂർ ഗ്വാളിയോർ റയോൺസ് പൂട്ടിച്ചില്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? സ്വകാര്യ സ്ഥാപനങ്ങൾ വേണ്ട. എത്രയോ ജനങ്ങൾക്ക് ജോലി കൊടുത്തിരുന്ന ആ വലിയ സ്ഥാപനം മാവൂർ റയോൺസിനെ നിങ്ങൾ പൂട്ടിക്കെട്ടി. കുറ്റിപ്പുറത്തെ സോപ്പ് കമ്പനി നിങ്ങൾ പൂട്ടിക്കെട്ടി. ആലപ്പുഴയിലെ നല്ല ഏറ്റവും മനോഹരമായിട്ടുള്ള കുപ്പികൾ ഉണ്ടാക്കുന്ന കമ്പനി, ആ കമ്പനിയെ നിങ്ങൾ പൂട്ടിക്കെട്ടി. ഞങ്ങൾ ലിസ്റ്റ് തരാം. 600-ലധികം വരുന്ന ഈ മനുഷ്യർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ലോകത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്ന എത്രയോ സ്വകാര്യ മേഖലകൾ നിങ്ങൾ പൂട്ടിക്കെട്ടി. അവസാനം നിങ്ങളിപ്പോ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും പിന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അവാർഡ് കൊടുക്കുകയും ഏത് റോഡ് പണിഞ്ഞാലും ഏത് പാലം പണിഞ്ഞാലും അത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കിട്ടുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ ഈ സാംസ്കാരിക കേരളം മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, രാജ്യത്തെ മുഴുവൻ ഗ്രാമങ്ങളിലും കേരളം ഇതിൽ കണക്ക് കൂട്ടണ്ട. ഞാൻ പറയുമ്പോ അമ്മമാര് പറയാം അപ്പുറത്തെ കോളനിയിലില്ല ഇപ്പുറത്തെ കോളനിയിലില്ല കക്കൂസും കുളിമുറിയും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ്. ഇന്ത്യയിൽ എല്ലാ ഗ്രാമങ്ങളിലും സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്നു. ഇവിടുത്തെ വൈദ്യുത വകുപ്പ് മന്ത്രിയോട് കേന്ദ്രം കണക്ക് ചോദിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞു കേരളത്തിൽ ഒരു ഗ്രാമം പോലും ഇനി വൈദ്യുതീകരണം നടത്താനില്ല. പിന്നെയോ എല്ലാ സ്ഥലത്തും ടോയ്ലറ്റ് ഉണ്ടോ? സ്വച്ഛ് ഭാരത് മിഷൻ ചോദിച്ചു കേരളത്തിനോട്. കേരളം പറഞ്ഞു കക്കൂസ് ഇല്ലാത്ത ഒരു വീട് പോലും കേരളത്തിലില്ല. ഇന്ത്യ ഗവൺമെന്റിന് കേരള ഗവൺമെന്റ് കൊടുത്ത കണക്കാണ്. സൗജന്യ ചികിത്സയ്ക്ക് പദ്ധതി ഉണ്ടായി. കാരുണ്യ പദ്ധതിക്ക് ശേഷം ഇത് നടപ്പിലാക്കില്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു. കൊറോണ സമയത്ത് കോടികൾ മുക്കിയ ശൈലജ ടീച്ചർക്ക് വേണ്ടിയല്ല മുക്കിയത്, പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. പക്ഷെ ശൈലജ ടീച്ചറുടെ തലയിൽ അതെല്ലാം കെട്ടിവെച്ചു. അതവിടെ നിൽക്കട്ടെ, ആ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ശൈലജ ടീച്ചറോട് കണക്ക് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഞങ്ങൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി, ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ജനങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു അത് നടപ്പിലാക്കിയേ പറ്റൂ, അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കിയാൽ നടപ്പിലാക്കിയില്ലെങ്കിൽ മറ്റു വകുപ്പുകളിലേക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് അവസാനം ഏതാനും ചില ആശുപത്രികളിൽ മാത്രം ആയുഷ്മാൻ ഭാരത് ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമീണ റോഡുകളിൽ നിന്ന് ദേശീയ പാതയോരത്തേക്ക് കണക്ടിവിറ്റി, അതാണ് പ്രധാനമന്ത്രി കൊടുത്ത ഗ്രാമീൺ സഡക് യോജന പദ്ധതി. ആ ഗ്രാമീൺ സഡക് യോജന പദ്ധതി ഒരു ബോർഡില് പ്രത്യേകമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ഒരു എംബ്ലം അതിൽ വരച്ചു വെച്ചിട്ടുണ്ടാകും. അതെല്ലാം നമ്മുടെ മോദി കൊടുത്ത ഗ്രാമീണ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത റോഡുകളാണ്. വലിയ റോഡുകൾ കൊടുത്തപ്പോഴാണ് അവിടെ ക്യാമറ വെക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അത് ഞാൻ പലവട്ടം പറഞ്ഞതാണ്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അത് മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർക്ക് തന്നെ കൊടുത്തു. 78 കോടിക്ക് വെക്കേണ്ട ക്യാമറ 387 കോടിക്ക് വെച്ചു. ആ പൈസയെല്ലാം അറേഞ്ച് ചെയ്ത് വിവിധ രാജ്യങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാനാണ് ഇംഗ്ലീഷുകാരൻ നമ്മുടെ കുംഭമേളയെ അപമാനിച്ച ബ്രിട്ടാസിനെ കൂടെ കൂട്ടി നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയത് കൊണ്ടോ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചത് കൊണ്ടോ അല്ല, ഇദ്ദേഹത്തിന്റെ ഒരു കാര്യക്കാരൻ, ആ കാര്യക്കാരനായിട്ട് ബ്രിട്ടാസ് അങ്ങനെ കൂടെ കൂടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇച്ഛാശക്തിയുള്ള ഒരു ടീം ഇന്ത്യയുണ്ട്. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ്. 22-ലധികം വരുന്ന ലോകരാജ്യങ്ങൾ ഭാരതത്തെ കാണാപ്പാഠം പഠിക്കുകയാണ്. ഈ ഭാരതത്തിലെ സംവിധാനങ്ങൾ എങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടി 22-നും 25-നും ഇടയിലുള്ള ഇപ്പോ 2 രാജ്യങ്ങൾ വന്നിരിക്കുകയാണ്. അതിപ്പോ നമ്മുടെ രാജ്യത്ത് അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്.
എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നു, നോട്ട് നിരോധനം. ആ നോട്ട് നിരോധനം കൊണ്ടുവന്ന സമയത്താണ് ധനകാര്യ വകുപ്പിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലൻ എന്ന് പറയുന്ന തോമസ് ഐസക് പറഞ്ഞത്, ഇത് ഞങ്ങൾ സമ്മതിക്കില്ല, RBI ഞങ്ങൾ പൂട്ടിക്കും. അങ്ങനെ ലീഗ്, കോൺഗ്രസ്, മാർക്സിസ്റ്റ് പാർട്ടി എല്ലാവരും ചേർന്ന് RBIയുടെ മുന്നിലേക്ക് ഒരു സമരം വെച്ചു, ഒരു റാലി, ഒരു സമരം. ഇപ്പൊ എന്തുണ്ടായി? പച്ചക്കറി കടക്കാരൻ എങ്ങനെ പച്ചക്കറി കച്ചവടം ചെയ്യും? എങ്ങനെ അവർക്ക് പൈസ കൊടുക്കും? ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നപ്പോ ചോദിച്ചു. ഇപ്പൊ നിങ്ങൾ വരെ മൊബൈലുമായിട്ട് പച്ചക്കറി വാങ്ങാൻ പോയാൽ മൊബൈലിൽ ഒറ്റ ഞെക്കിയാൽ ആവശ്യമുള്ള പൈസ തൊട്ടടുത്ത ആളുടെ, ഈ പച്ചക്കറി തന്ന ആളുടെ മൊബൈലിലേക്ക് പോകും, അല്ലെ? അപ്പൊ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്ന് ലോകത്തെ ത്രസിപ്പിച്ചുകൊണ്ട് ഇത്രയും കോടിക്കണക്കിന് ജനത അധിവസിക്കുന്ന ഭാരതത്തിൽ ആ ഡിമോണിറ്റൈസേഷനിലൂടെ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ, ഈ നാട്ടിലേക്ക് വരുന്ന കള്ളപ്പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ, കോഴിക്കോട്ടുകാർക്ക് 5 സെന്റ് ഭൂമി വാങ്ങാൻ വേണ്ടി ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവരാത്ത കാലത്ത് ഉണ്ടായിരുന്ന വിലയേക്കാൾ കുറവ് വിലയ്ക്ക് 5 സെന്റ് സ്ഥലം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് ഈ നാടിനെ മാറ്റാൻ, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ സുതാരീകരിക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ പതിപ്പ് അത് കൗൺസിലർമാരിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ, ജനങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇസ്മായിലിക്കയോട് പറയണം, ആമിനത്താത്തയോട് പറയണം, നിങ്ങൾ ഞങ്ങളുടെയാണ്, ഞങ്ങൾ നിങ്ങളുടേതാണ്. എന്താണ് കാരണം? ഈ രാജ്യം ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായിക്കൊണ്ട് നമ്മുടെ ഭാരതമാണ്. ഈ നമ്മുടെ ഭാരതത്തിൽ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, ഒരൊറ്റ ജനത. ആ ഒരൊറ്റ ജനതയായി ഇവിടുത്തെ മനുഷ്യരെ കണക്കാക്കിക്കൊണ്ടാണ് കോഴിക്കോടില് നല്ല വിദ്യാഭ്യാസം കിട്ടിയ കുട്ടിക്ക് IIT പഠിക്കാൻ IITയുടെ എണ്ണം വർദ്ധിപ്പിച്ചു, IIMന്റെ എണ്ണം വർദ്ധിപ്പിച്ചു, മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വിവിധ സംസ്ഥാനങ്ങളിൽ വർദ്ധിക്കുന്നു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളെക്കാൾ ആശുപത്രി വ്യവസ്ഥിതി 10%, അതിന്റെ 10 ഇരട്ടിയായിട്ട് ഉത്തർപ്രദേശിൽ മാറി. തൊട്ടടുത്ത സംസ്ഥാനം ആപ്പിൾ ഫോണിന്റെ ഏറ്റവും വലിയ കമ്പനി അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നു. ഒരു മുറുക്കാൻ കടക്കാരൻ പോലും കേരളത്തിൽ വന്ന് പുതിയ മുറുക്കാൻ കട തുടങ്ങാത്തത് നരേന്ദ്രമോദിയുടെ കുഴപ്പം കൊണ്ടല്ല. ഇവിടെ വ്യവസായം വർദ്ധിപ്പിക്കാൻ അനുസൃതമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിക്കോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ പളവളപ്പുണ്ടല്ലോ കേരളത്തിന്റെ, അത് പാവപ്പെട്ടവര് മണലാരണ്യത്തിന് പോയിട്ട് കഷ്ടപ്പെട്ട് ഒമാനിലും കുവൈറ്റിലും ദുബായിലും അബുദാബിയിലും ഷാർജയിലും വിവിധങ്ങളായിട്ടുള്ള സ്ഥലത്ത് പോയി അവര് കഷ്ടപ്പെട്ട് ഈ നാട്ടിലേക്ക് അയക്കുന്ന ആ പണത്തിന്റെ മികവാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന നല്ല വീടുകൾ, കേരളത്തിൽ കാണുന്ന ചെറിയ സുഖ സൗകര്യങ്ങളെങ്കിലും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നീണ്ട കടലോരമുള്ള കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാനാണ് ജയിക്കാത്ത ശ്രീമാൻ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത്. ആ നീണ്ട കടലോരമുള്ള കേരളത്തെ തൃശൂരിലെ ജനത 75,000 വോട്ട് അധികം കൊടുത്ത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചപ്പോ മറ്റൊന്നും ആലോചിക്കാതെ സുരേഷ് ഗോപിക്ക് 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് കേരളത്തിലെ ജനങ്ങളുടെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് സംസ്ഥാന അധ്യക്ഷന്റെ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞത്, ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭരണകൂടത്തിനകത്തിരുന്നു കൊണ്ട് 2 ഇരട്ട ഭരണകൂടം, ഏത് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഭരണം അത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് ഉണ്ടാകും. രാജ്യത്തെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഓരോ വാർഡിലും പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഈ വാർഡിലെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇവിടെ വിളിച്ചു ചേർക്കുകയും എന്റെ അമ്മമാരും സഹോദരന്മാരും എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുകയും ചെയ്യുന്നത്. ഒരു പൊതുയോഗം എന്നുള്ള രീതിയിൽ നാട്ടുകാർ കേൾക്കാനുള്ള കാര്യങ്ങൾ അത് വേറൊരു റോഡില് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് നടത്താം എന്ന് വാക്ക് തന്നുകൊണ്ട് നിങ്ങൾ വിജയിച്ചു വിളിച്ചാൽ അതിനായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് വരാം, നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നതിനും എന്നെ കണ്ടതിനും നിങ്ങളെ കണ്ടതിന് എനിക്കും തീർച്ചയായിട്ടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം.